നമ്മുടെ ജിൻമാൻ ചെറിയ പുള്ളിയൊന്നും ആയിരുന്നില്ല. 14 വർഷം മുമ്പ് വരെ വലിയ ഗ്രൂപ്പുകൾക്ക് വേണ്ടി അവരുടെ മിഷൻസ് നടത്തിക്കൊടുക്കുന്ന ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു അവൻ. കൂലിപ്പട്ടാളക്കാരെന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. ഇവർ പട്ടാളക്കാരല്ല, ബട്ട് അവരുടെ എല്ലാ ഫെസിലിറ്റീസും അവർക്കുണ്ട്. പുറം ലോകം അറിയാതെ ഗവൺമെന്റിന്റെ ഓരോ മിഷൻ നടത്താൻ ഇത്തരത്തിലുള്ള കൂലിപ്പട്ടാളക്കാരെ ആവശ്യമായിരുന്നു. അത്തരത്തിലുള്ള ഒരു മിഷനിലായിരുന്നു അന്ന് ജിൻമാനും സംഘവും. പസിനും അവനോടൊപ്പം ഉണ്ടായിരുന്നു. ടാപ്പ് ഷൂട്ടറായ നമ്മുടെ ആ വില്ലനും ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പുതിയതായി അവരുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ഒരു പയ്യനും ആ വില്ലനും ശത്രുവിന്റെ തോക്കിന്റെ ഫ്രണ്ടിൽ ഇപ്പോൾ തീരുമെന്ന നിലയിൽ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് ആരോ ശത്രുക്കളെ വെടിവെച്ചിരുന്നു. ഓ, ബേൽ നീയായിരുന്നോ? അതെ, അവനായിരുന്നു ബേൽ, നമ്മുടെ കഥയിലെ സൈക്കോ വില്ലൻ. അവനാണെങ്കിൽ അതിൽ വെടികൊണ്ട് വീണ ഒരുത്തരും മരിച്ചില്ല എന്ന് കണ്ട് കത്തികൊണ്ട് ക്രൂരമായി അവനെ വെട്ടിക്കൊല്ലുന്നു. ഇത് കണ്ട് ന്യൂബൈ പയ്യൻ ഞെട്ടുന്നുണ്ട്. എന്തായാലും അവർ വീണ്ടും തങ്ങളുടെ പണിയിലേക്ക് കടക്കുന്നു. അങ്ങനെ ആ മിഷൻ അവർ വിജയകരമായി പൂർത്തിയാക്കുന്നു. ജീവൻ മരണ പോരാട്ടമായിരുന്നില്ലേ? ഞെട്ടിൽ ഇതുവരെ മാറത്തിൽ നിന്ന ഒരു ടീം മെമ്പർ ജിൻമാനെ കെട്ടിപ്പിടിച്ച് ഇന്ന് നമ്മൾ നരകത്തിലെത്തുമെന്നാ കരുതിയതെന്ന് പറയുന്നു. ഇന്നാണോ നമുക്ക് നരകത്തിലേക്ക് പോകാനുള്ള ദിവസം? അല്ല, എല്ലാവരും സന്തോഷത്തോടെ പറയുന്നു. അപ്പോഴാണ് വില്ലനെയും ബേലിനെയും ന്യൂബൈനെയും കുറിച്ച് ഒരു വിവരവുമില്ല എന്ന് അവർ മനസ്സിലാക്കുന്നത്. തങ്ങൾ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് പോലും അറിയാതെ ശ്വാസവും അടക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു ന്യൂബൈയും വല്ലന്. എന്തും വരട്ടെയെന്ന് കരുതി ന്യൂബൈ ബേൽ എവിടെയാണെന്ന് തിരക്കിയിറങ്ങുന്നു. ബേൽ ഇതേ സമയം തന്റെ മുന്നിൽ ജീവന് വേണ്ടി കീഴുന്ന 2 സിവിലിയൻസിനെ ഒരു ദയവുമില്ലാതെ കൊല്ലുന്നു. ഇത് കണ്ടുകൊണ്ടാണ് ന്യൂബൈ അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ ആകെ ഞെട്ടിയിരുന്നു. നിരപരാധികളായ സിവിലിയൻസിനെയാണ് ബേൽ കൊന്നിരിക്കുന്നത്. അപ്പോഴാണ് വില്ലൻ അങ്ങോട്ട് വരുന്നത്. ബേൽ ഈ സിവിലിയൻസിനെ കൊന്നു. ഞാനല്ല കൊന്നത്, ധായി ചത്തു കിടക്കുന്നവനാ. ഓ, അങ്ങനെയാണോ? അപ്പൊ ഇവനോ? ബേൽ ഒറ്റവെടിക്ക് ആ ന്യൂബൈയെ കൊല്ലുന്നു. അതെ, ആളുകളെ കൊല്ലുന്നത് അവനൊരു ഹരമായിരുന്നു. വെടിശബ്ദം കേട്ടിട്ട് അവരെ തിരഞ്ഞിറങ്ങിയ ജിൻമാൻ ആ റൂമിലേക്ക് വരുന്നു. അയ്യോ ക്യാപ്റ്റൻ, എന്ത് ചെയ്യാനാ? നമ്മുടെ ന്യൂബൈ പയ്യൻ സിവിലിയൻസിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ പോയതാ. അവന്റെ ജീവനും കൂടെ പോയി. അവിശ്വാസത്തോടെ ജിൻമാൻ നിൽക്കുന്നു. പെട്ടെന്ന് ഒരു കുട്ടി തോക്കും കൊണ്ട് വാതിലിന് നേരെ വരുന്നു. ആ തോക്കിൽ ഉണ്ടയില്ല എന്ന് മനസ്സിലാക്കി ജിൻമാൻ തോക്ക് ബാക്കിയുള്ളവരോട് താക്കാൻ പറയുന്നുണ്ടെങ്കിലും ബേൽ ആ കുഞ്ഞിനെ വെടിവെച്ച് കൊല്ലുന്നു. ഞെട്ടലോടെ അവനെ ജിൻമാൻ നോക്കുന്നു. ഇവരെ നടത്തുന്ന മിഷനെല്ലാം ലീഗലാണ്, ബട്ട് ഇവിടെ സിവിലിയൻസ് മരിച്ചത് കൊണ്ട് അത് കേസാവുന്നു. കോടതിയിൽ ബേലിനെതിരെ വിചാരണ നടക്കുന്നു. വില്ലൻ ബേലിന് അനുകൂലമായാണ് മൊഴി കൊടുക്കുന്നത്. ബേൽ സിവിലിയൻസിനെ കൊല്ലുന്നത് താൻ കണ്ടില്ല എന്നാണ് അവൻ പറഞ്ഞത്. അടുത്തതായി മൊഴി പറയാൻ വിളിച്ചത് ജിൻമാനെയാണ്. താങ്കൾ ബേൽ സിവിലിയൻസിനെ കൊല്ലുന്നത് കണ്ടോ? ഇതേസമയം താൻ ടീം ലീഡറുമായി സംസാരിച്ചതാണ് അവൻ ഓർമ്മ വന്നത്. സർ, ബേലാണ് സിവിലിയൻസിനെ ന്യൂബൈയും കൊന്നത്. ശത്രുക്കളുടെ കയ്യിലുള്ള ബുള്ളറ്റ് അല്ല, നമ്മുടെ ബുള്ളറ്റാണ് അവരുടെ ജീവൻ എടുത്തത്. നീ ബേലിന്റെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കണ്ണിൽ നിനക്ക് ജീവന്റെ അംശം കാണാൻ പറ്റില്ല. ബട്ട് നിങ്ങൾ രണ്ടുപേരും എനിക്ക് പ്രീഷ്യസ് ആണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അല്ല സാർ, അവർ ആരെന്നോ എന്തെന്നോ നോക്കാതെ ആളുകളെ കൊല്ലുന്നത് എൻജോയ് ചെയ്യുന്നവനാ. ഞാനങ്ങനെയല്ല. തങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു ഇമ്പോർട്ടന്റ് അംഗമായതുകൊണ്ട് തന്നെ ബേലിനെ വിട്ടുകളയാൻ ലീഡർ ഒരുക്കമല്ലായിരുന്നു. അയാളുടെ പ്രഷർ മൂലം ജിൻമാൻ കോടതിയിൽ ബേലിന് അനുകൂലമായി മൊഴി പറയുന്നു. അങ്ങനെ ബേൽ രക്ഷപ്പെടുന്നു. ഇനി മുതൽ താൻ നയിക്കുന്ന മിഷനിൽ ബേൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിബന്ധനയോടെയാണ് ജിൻമാൻ അതിന് സമ്മതിച്ചത്. എന്നാൽ ആ നിബന്ധന തെറ്റിച്ചുകൊണ്ട് അടുത്ത മിഷനിലും ജിൻമാനോടൊപ്പം ബേലുണ്ടായിരുന്നു. റിസ്ക് കൂടിയ പണിയായതുകൊണ്ട് ഹയർ അതോറിറ്റീസ് ആണ് അങ്ങനെ തീരുമാനിച്ചതെന്നാണ് ജിൻമാൻ അറിയാൻ സാധിച്ചത്. പോകും മുമ്പ് ജിൻമാൻ ബേലിനോട് പ്രശ്നമുണ്ടാക്കരുതെന്നും താൻ പ്രതിയെ പിടിച്ചോളാമെന്നും പറയുന്നു. നീ ബാക്കപ്പ് തന്നാൽ മതി, കേട്ടല്ലോ? ക്യാപ്റ്റൻ, നിങ്ങൾക്ക് ഞാൻ ഈ മിഷനിൽ വന്നത് ഇഷ്ടപ്പെട്ടില്ലല്ലേ? ജിൻമാനൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ മിഷൻ തുടങ്ങുന്നു. ജിൻമാനും പസിനും മെയിൻ പ്രതികളെ പിടിക്കാൻ പോയപ്പോൾ ബാക്കിയുള്ളവരെ ഫോക്കസ് ചെയ്ത് മറ്റു ടീം അംഗങ്ങൾ പോകുന്നു. മെയിൻ പ്രതി അവർ പിടിച്ചതും മിഷൻ വിജയിച്ചു എന്ന് എല്ലാവർക്കും അറിയിപ്പ് കിട്ടുന്നു. പെട്ടെന്നാണ് അതിലൊരാൾ ഹാളിൽ ഒളിഞ്ഞിരുന്ന 2 സിവിലിയൻസിനെ കാണുന്നത്. ആയുധമില്ലാത്ത ആളുകളെ പോലീസിനെ ഏൽപ്പിക്കാനാണ് ക്യാപ്റ്റൻ പറഞ്ഞത്. ബട്ട് ബേൽ അങ്ങനെ വിടില്ലല്ലോ. ആയുധമില്ലാത്തവർക്ക് ആയുധം ഇട്ട് കൊടുത്തിട്ടവൻ നൈസായിട്ട് അങ്ങ് കൊല്ലുന്നു. തിരികെ ഇറങ്ങും മുമ്പ് അവിടെയെല്ലാം ഒന്നും കൂടി വില്ലൻ തിരയുന്നു. അപ്പോഴാണ് ഒരു മുറിയിൽ കുറച്ച് പെൺകുട്ടികൾ ഒളിച്ചിരിക്കുന്നത് അവർ കാണുന്നത്. അവരാകെ ഭയന്ന് സഹായത്തിനായി നിലവിളിക്കുകയായിരുന്നു. ബേൽ അവിടേക്ക് വരുന്നു. പ്ലീസ് ഹെൽപ്പ് us. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി. അവനത് പറഞ്ഞ് നാക്കെടുത്തില്ല. അതിനു മുമ്പ് അവൻ ആ മുറിയിലേക്ക് ഗ്രനേഡ് പൊട്ടിച്ചിടുന്നു. ഒരേ ഒരു സെക്കൻഡ് കൊണ്ട് ആ 4 പെൺകുട്ടികളും ചാരമാകുന്നു. ഗ്രനേഡ് പൊട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ടുവന്ന ജിൻമാനും പസിനും അതിന് ഉത്തരവാദി ബേലാണെന്ന് മനസ്സിലാക്കുന്നു. ജിൻമാൻ അവന്റെ തോക്ക് ബേലിന് നേരെ നീട്ടുന്നു. സംഗതി കൈവിട്ട് പോകുമെന്ന് മനസ്സിലാക്കിയ വില്ലൻ അന്തരീക്ഷം തണുപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്താണിത് ക്യാപ്റ്റൻ? നമ്മളൊരു ടീമല്ലേ, ഒരു കുടുംബമല്ലേ? ജിൻമാൻ തോക്ക് മാറ്റിയിട്ട് മറ്റുള്ളവരോട് എത്രയും പെട്ടെന്ന് ഈ കെട്ടിടം തകർക്കാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാനും തിരികെ ക്യാമ്പിലെത്തിയിട്ട് ബേലിനെ റിപ്പോർട്ട് ചെയ്യുമെന്നും പറയുന്നു. അങ്ങനെ എല്ലാവരും കെട്ടിടത്തിന്റെ പല സ്ഥലങ്ങളിലായി ബോംബ് വെക്കുന്നു. ജിൻമാൻ ഒരു മുറിക്കുള്ളിലാണ് ബോംബ് വെച്ചത്. എന്തോ അപാകത തോന്നിയിട്ടാവണം അവൻ അവിടുത്തെ അലമാര തുറക്കുന്നു. പെട്ടെന്ന് ആരോ അതിൽ നിന്നും ചാടി വീഴുന്നു. അതൊരു സ്ത്രീയായിരുന്നു. അതെ, നമ്മുടെ മീന. കയ്യിൽ ആയുധം നഷ്ടപ്പെട്ടതും അവൾ ജിൻമാനോട് കൊല്ലുവാണെങ്കിൽ കൊല്ലാൻ പറയുന്നു. അവൻ തന്റെ ഓവർകോട്ട് ഊരി അവളെ പുതയ്ക്കുന്നു.
കരഞ്ഞു കലങ്ങിയ മിനിയുടെ കണ്ണുകളിൽ അവിശ്വാസതയും പ്രത്യാശയും ആശങ്കയും എല്ലാം ഒരുമിച്ച് കാണാമായിരുന്നു. എല്ലായിടത്തും ബോംബൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി തിരികെ പോകാൻ ഒരുങ്ങുകയായിരുന്നു അവർ. പതിനോട് നിങ്ങൾ പൊക്കോളാനും താൻ കുറച്ചു കഴിഞ്ഞ് വരാമെന്നും ജിൻമാൻ പറയുന്നു. ബേൽ ഒരു സൈക്കോ ചിരിയോടെ ജിൻമാനെ നോക്കുന്നു. അവർ പോയെന്ന് ഉറപ്പാക്കിയിട്ട് ജിൻമാൻ മിനയെ ഒളിപ്പിച്ച് ആ മുറിയിലേക്ക് എത്തുന്നു. നിനക്ക് ജീവിക്കണോ? വേണം. അവളെയും കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. പെട്ടെന്നാണ് തൊട്ട് ഫ്രണ്ടിൽ ബേൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഇതിനായിരുന്നോ നീ വരാതെ നിന്നെ? ജിൻമാൻ മിനയും കൊണ്ട് ഓടുന്നു. ഹരം പിടിച്ചതുപോലെ ബേൽ അവരുടെ പുറകെ പോകുന്നു. മിനയോട് ഓടാൻ പറഞ്ഞിട്ട് ജിൻമാൻ കത്തിയും എടുത്ത് ബേലിന് നേരെ ചെല്ലുന്നു. അവനും കത്തിയെടുക്കുന്നു. പിന്നെ അവിടെ നടന്നത് വലിയൊരു ഫൈറ്റാണ്. ജിൻമാൻ ബേലിനെ കുത്തുന്നു. ബേൽ തിരിച്ചും. എന്നാൽ ബേൽ ജിൻമാന്റെ കാലിൽ 5-6 തവണ കുത്തുന്നു. നിലത്ത് വീണ് പോയി ജിൻമാനെ നോക്കി പൊട്ടിച്ചിരിക്കുന്നു ബേൽ. ഇത്രയുള്ളല്ലോ നീ, ദ ഗ്രേറ്റ് ജിൻമാൻ. കത്തിയുമായി അവൻ മുന്നോട്ടാഞ്ഞതും ദാ വെടിയേറ്റ് താഴെ വീഴുന്നു. മിനയായിരുന്നു വെടിവെച്ചത്. ബേലിന്റെ കണ്ണിലാണ് അത് കൊണ്ടത്. 1 സെക്കൻഡിൽ ജിൻമാൻ അവന്റെ നെഞ്ചിനോട്ട് കത്തി കൊണ്ട് കുത്തുന്നു. നോക്കു ജിൻമാൻ, നീ ഇപ്പം എന്നെ കൊന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തെയും നീയുമായി ബന്ധമുള്ള സകലരെയും ഞാൻ കൊല്ലും. അവസാനം നിന്നെയും. ചാവട വൃത്തികെട്ടവനെ. മിനയുടെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങി ജിൻമാൻ വെടിവെക്കുന്നുണ്ടെങ്കിലും അതിലുണ്ടയില്ലായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ബോംബും പൊട്ടുന്നു. ജിൻമാനും മിനയും കെട്ടിടത്തിന് പുറത്തേക്ക് ഇറങ്ങി അത് തകർന്നടിയുന്നത് നോക്കി നിൽക്കുന്നു. അതെ, ആ കെട്ടിടത്തോടൊപ്പം ബേലും തീർന്നുവെന്ന് ജിൻമാൻ മാത്രമല്ല മറ്റു ടീം അംഗങ്ങളും അവരുടെ ലീഡറും വരെ കരുതുന്നു. കെട്ടിടത്തിനുള്ളിൽ വെച്ച് റിബലുകളുമായി വീണ്ടും അടിയായെന്നും രക്ഷിക്കാൻ ബേൽ വന്നെന്നും തങ്ങൾ ഒരുമിച്ച് പൊരുതിയെങ്കിലും തനിക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂവെന്നും ജിൻമാൻ മറ്റുള്ളവരോട് പറയുന്നു. തനിക്ക് ജോലിയിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് വേണമെന്ന് അവൻ ലീഡറോട് പറയുന്നു. വില്ലൻ ബേലിന്റെ ലോക്കറിൽ നിന്ന് അവന്റെ സാധനങ്ങളെല്ലാം പുറത്തെടുക്കുകയായിരുന്നു. കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചാൽ അയാളുടെ സാധനങ്ങൾ കൂട്ടത്തോടെ കത്തിക്കുന്നത് അവരുടെ ഒരു എഴുതപ്പെടാത്ത നിയമമായിരുന്നു. ബേലിന്റെ വാച്ച് വില്ലൻ ഇഷ്ടപ്പെടുന്നു. അവനത് അടിച്ചു മാറ്റിയിട്ട് ബാക്കി എല്ലാ സാധനവും കൊണ്ട് കത്തിക്കുന്നു. എല്ലാ ടീം അംഗങ്ങളും തങ്ങളുടെ ആദരവ് കാണിക്കുന്നു. സൈക്കോ ആയിരുന്നിട്ട് എന്താ, അവൻ ചത്തുപോയില്ലേ? പിന്നെ ക്യാപ്റ്റൻ ബ്രേക്ക് എടുക്കുവാന്ന് കേട്ടാ. പെട്ടെന്ന് തിരിച്ചു തരണേ, എങ്കിലും നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ജിൻമാൻ ടീം അംഗങ്ങളെ ഒന്നുകൂടി നോക്കുന്നു. അവൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി ചെല്ലുന്നത് തൻ്റെ വീട്ടിലേക്കാണ്. 8 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന തൻ്റെ മകനെ കണ്ട് അമ്മ കെട്ടിപ്പിടിക്കുന്നു. എൻ്റെ പേര് ജോങ് ജിയാൻ. അതെ, ചെറിയച്ഛനും മോളും അന്ന് അവിടെ വെച്ചായിരുന്നു ആദ്യമായി കണ്ടത്. മറ്റൊരിടത്താകട്ടെ ഒരിടത്തിരുന്ന് വെടിവെച്ച് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു അയാൾ. ആരാ? അത് ബേലായിരുന്നു. ഒരു കണ്ണുപോയ ബേൽ. തൻ്റെ കയ്യിലെ വാച്ച് ആ വില്ലൻ മറയ്ക്കുന്നു.